ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഇന്ന് CBI അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ് നിങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതാ വടകരയിൽ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കേരള പോലീസ് ആ പ്രതിയെ പൊക്കിയിരിക്കുകയാണ്. ഇനി അപ്പോൾ കേരള പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ പെൺകുട്ടിയോട് ആർക്കും ഇവിടെ പ്രതികാരമില്ല. ആ പെൺകുട്ടി ബോധപൂർവം ആത്മഹത്യ ചെയ്യും എന്ന് വിചാരിച്ച് ചെയ്തു എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആ പെൺകുട്ടി ചെയ്ത ഒരു നടപടിക്ക് ഒരു ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാകണം. അത് ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി IT ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം. ഇനിയും ആ പെൺകുട്ടിക്കെതിരെയും വളരെ മോശകരമായ ചില പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് ചില മോശം പരാമർശങ്ങൾ കണ്ടു. അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല. രേണുകാജിക്കെതിരെ സൈബർ ആക്രമണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നു. അതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. നമുക്ക് ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണ്ടേ? ഇതൊരു ജെൻഡർ വാർ, സ്ത്രീ പുരുഷ യുദ്ധമൊന്നും അല്ലല്ലോ. നമ്മളെല്ലാരും ശ്രമിക്കുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണനയും പരിഗണനയും കിട്ടണം, എന്നാൽ പുരുഷൻ അവഗണന പാടില്ല എന്നൊരു നിലപാടിലേക്കാണ്. അങ്ങനെ ഒരു പാരഡൈം അല്ലെങ്കിൽ നിലപാട് തറയിലേക്കാണ്. അതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും അങ്ങനെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പമാണ്, അവരെ ഖേദമറിയിക്കുന്നു. എന്നാൽ അതോടൊപ്പം പുരുഷനും കൂടി നീതി വേണം. അവിടെയാണ് ഞങ്ങൾ 3 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ജനുവരി 17 ഞങ്ങൾ ദീപകിന്റെ ഓർമ്മയിൽ ഒരു പുരുഷാവകാശ ദിനം ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട്, ഒരു ഹെൽപ്പ് ലൈൻ പുരുഷന്മാർക്ക് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന മൊബൈൽ ഫോൺ അടിസ്ഥാനമായ ഒരു ഹെൽപ്പ് ലൈൻ പുരുഷന്മാർക്ക് എപ്പോഴും ഉണ്ടാകണം. അതോടൊപ്പം ഇന്ന് ദീപകിന്റെ വീട്ടിൽ 3,17,000 രൂപ എത്തിച്ചു. കൂടുതൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികവും മാനസികവും സാമൂഹികവുമായ പിന്തുണ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഇനിയും സമ്മർദ്ദം കൂട്ടി ഈ പെൺകുട്ടിയെയും ഏതെങ്കിലും കടന്ന കയ്യിലേക്ക് എടുത്തു കൊണ്ടുപോകണമെന്ന് ആർക്കും അഭിപ്രായമില്ല. കാര്യം ആ പെൺകുട്ടിയോടല്ല ആർക്കും ദേഷ്യം. പെൺകുട്ടി ചെയ്ത നടപടിയോടാണ്, നിലപാടിനോടാണ്, ആക്ഷനോടാണ്. അവിടെയാണ് ഗാന്ധിജി പറയുന്നത്, നമ്മളൊരു വ്യക്തിയെ അല്ല എതിർക്കേണ്ടത്, ആ വ്യക്തി ചെയ്ത നിലപാടിനെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. ഈ പെൺകുട്ടി അറിഞ്ഞോ അറിയാതെ ഒരു പാപം ചെയ്തു, തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു. അത് ദീപകിന്റെ മരണത്തിനിടയായി. ദീപക് നിരപരാധിയാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ മക്കളില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബവും അവരുടെ ജീവനും അത്താണിയും ഇല്ലാതായി. അവരുടെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ പോയി കണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ പെൺകുട്ടിക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട്, ആനുപാതികമായിട്ട് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണം. അതിനി കുറച്ച് ദിവസം കഴിഞ്ഞ് ബെയിൽ കിട്ടുമായിരിക്കും. അപ്പോ IT ആക്ട് അടക്കം വെച്ച് പോകണം. ഇതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുക. ആരും ആ പെൺകുട്ടിയെ കല്ലെറിയണമെന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. രാഹുൽ, ഇവിടെ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ശിക്ഷ കിട്ടണമെന്ന് പറയുന്നവരാണ് എല്ലാവരും. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ എന്താണ് വസ്തുതയെന്ന് മനസ്സിലാക്കി അതിൽ നടപടികൾ ഉണ്ടാകട്ടെ. അതിനപ്പുറം ഈ പുരുഷാവകാശ ദിനം എന്ന ഒരു കാര്യം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയല്ലോ. എന്താണ് അങ്ങനെ ഒരു ദിനത്തിന്റെ പ്രസക്തി? മനുഷ്യാവകാശ ദിനമുണ്ട് December 10, പുരുഷന്മാർക്കൊരു ദിവസമുണ്ട്, അത് November 19. അങ്ങനെ സ്ത്രീകൾ വിമൺ ഡേ ഉണ്ട്. അതിനിടയിൽ ഒരു പുരുഷാവകാശ ദിനത്തിന്റെ കൂടി ആവശ്യം എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണം. ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടല്ലോ. എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ വേണം? ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടല്ലോ. കാരണം വനിതകൾ നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, സ്പെസിഫിക് ആയ പ്രശ്നങ്ങൾ അവർക്ക് അഭിസംബോധന ചെയ്യാൻ ഒരു ഫോറം വേണം. അതേപോലെ പുരുഷന്മാർ നേരിടുന്ന വ്യാജ പരാതികൾ അടക്കമുള്ള പ്രശ്നങ്ങൾ. ഉദാഹരണം, അങ്ങയുടെ പരിപാടി ഇപ്പം തുടങ്ങിയതിനുള്ളിൽ ഏകദേശം 5 പുരുഷന്മാർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. രേണുകാജി കഴിഞ്ഞ 20-21 മിനിറ്റ് സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ 5 പുരുഷന്മാർ. രാഹുൽ, ഇന്ന് തിരക്കായിരുന്നു, കോഴിക്കോടൊക്കെ ആയിരുന്നു എന്നറിയാം. എങ്കിലും പൂന്തുറയിൽ ഇന്നൊരു വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരമ്മയും കുട്ടിയും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണം. അങ്ങനെ എത്ര ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട് രാഹുൽ നമ്മുടെ നാട്ടിൽ. ഇവിടെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ എത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എത്ര ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം പിടിച്ചുകൊണ്ട് പുരുഷന്മാരെല്ലാം ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവർക്കിനി അവകാശ സംരക്ഷണത്തിനായി പ്രത്യേക സംവിധാനം വേണം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിനെ ഏത് നിലയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു? പെട്ടെന്ന് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, പൂന്തുറയിലെ അമ്മയുടെ കാര്യം അറിഞ്ഞില്ല. പറ്റും, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ഞാൻ അവിടെയും പോവും. നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, പൂർണ്ണമായും പിന്തുണയ്ക്കും. 2, കണക്കുകൾ നോക്കുക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഇന്ത്യയിൽ കണക്കെടുക്കുന്നത്. ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. 4.5 മിനിറ്റിൽ ഓരോ 11 മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീ ആത്മഹത്യകളുടെ 2 ഇരട്ടിയിൽ കൂടുതൽ പുരുഷ ആത്മഹത്യകളാണ് നടക്കുന്നത്. കേരളത്തിലെ കണക്കുകൾ എടുത്താൽ 78% പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്, 22% സ്ത്രീകളാണ്.
അപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്നതിന്റെ മാനസിക സംഘർഷങ്ങളുടെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ പുരുഷൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എംപിരിക്കൽ ഡേറ്റയാണ്, അഥവാ ഗവൺമെന്റുകളടക്കം കണ്ടെത്തുന്ന കണക്കാണ്. ഇതിനെ നമുക്ക് അഡ്രസ് ചെയ്യണ്ടേ? സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും കൊടുക്കണം. സ്ത്രീ കമ്മീഷൻ വേണം, വനിതാപക്ഷ നിയമങ്ങളാകണം. ഞങ്ങൾ സമത്വത്തിനല്ല വാദിക്കുന്നത്. സ്ത്രീക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, സ്ത്രീക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാര്യം നൂറ്റാണ്ടുകളുടെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. എന്നാൽ പുരുഷൻ കൂടുതലൊന്നും വേണ്ട, ഞങ്ങൾക്ക് തുല്യ പരിഗണന മതി രാഹുൽ. തുല്യ പരിഗണനയ്ക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാടുന്ന സ്ത്രീകളാണ്. തുല്യ പരിഗണനയ്ക്ക് വേണ്ടി രാഹുൽ, തുല്യ പരിഗണന കിട്ടാൻ വേണ്ടി പതിറ്റാണ്ടുകളായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന, ഇതുവരെ ആ ലക്ഷ്യത്തിലേക്ക് എത്താത്തവരാണ് പകുതിയോളം വരുന്ന സ്ത്രീകൾ. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ രാഹുലെ, ഈ കേരള പോലീസിന്റെ കണക്ക് നോക്കിയാൽ 16,838 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ്. റേപ്പ് ഈ 2025 നവംബർ വരെ മാത്രം 2735 റേപ്പ് കേസുകൾ. സ്ത്രീകൾക്കെതിരെ റേപ്പ് കേസ് വരുമ്പോൾ ആരായിരിക്കും പ്രതിസ്ഥാനത്ത് എന്നത് രാഹുലിന് അറിയാമായിരിക്കുമല്ലോ. മൊളസ്റ്റേഷൻ 3653 കേസുകളാണ്. ഇത് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് രാഹുൽ. ഒരു രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ കണക്കുകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. അപ്പോൾ നോക്കൂ, ഏതാണ്ട് 7000-ഓളം കേസുകൾ അല്ലെങ്കിൽ അതിനും അധികം പുരുഷന്മാർ പ്രതിസ്ഥാനത്ത് വരുന്ന, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട കേസുകൾ ഈ വർഷം നവംബർ വരെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്തത് ഇതിൽ എത്രയോ ഉണ്ടാകും. റിപ്പോർട്ട് ചെയ്യാത്തത് ഇത് അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു കേസാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതല്ലെന്ന് ആരാ പറയുന്നത്? ഇത് 100% യോജിക്കുന്നു. രേണുകാജി പറയുന്നത് 101% സത്യമാണ്. അതോടൊപ്പം ഒരുപാട് വ്യാജ പരാതികൾ പുരുഷനെതിരെ വരുന്നില്ലേ? ഉദാഹരണം BBC, ലോക മാധ്യമങ്ങളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡായ BBC ഇന്ത്യയെ കുറിച്ചൊരു കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ വ്യാജ റേപ്പ് കേസുകളാണെന്ന് പറയുന്നു. എത്രയോ വ്യാജ കേസുകളിൽപ്പെട്ട് പുരുഷന്മാർ ജയിലിൽ കിടക്കുന്നു. എത്രയോ വ്യാജ റേപ്പ് കേസുകളിൽ, വ്യാജ പോക്സോ കേസുകളിൽപ്പെട്ട് പുരുഷന്മാർ ജയിലിൽ കിടക്കുന്നു. സ്ത്രീകൾ അങ്ങനെ കിടക്കുന്നില്ല. BBCയുടെ തന്നെ റിപ്പോർട്ടുണ്ട്, കൺവിക്ഷൻ റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് രാഹുലിന് അറിയാമോ? വിക്ടിം ബ്ലെയിമിംഗ്, ഇനാഡിക്വേറ്റ് എവിഡൻസ്, ലെങ്തി ട്രയൽസ്, ലാക്ക് ഓഫ് സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട്, പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ്. ഇതാണ് BBC എണ്ണമിട്ട് കാരണങ്ങൾ എന്താണ് എന്ന് പറയുന്നത്. അതിൽ പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഉൾപ്പെടെ ഉണ്ട് രാഹുൽ. അതിന്റെ ഭാഗമാണ് താങ്കളും ഇപ്പോൾ നടത്തുന്ന താങ്കളുടെ ഈ വാദങ്ങളും എല്ലാം. ശരിയാക്കി കൊടുക്കേണ്ട കാര്യമാണോ? ഇതൊക്കെ നിയമ സംവിധാനം ശരിയാക്കേണ്ടതല്ലേ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് സ്ത്രീകൾക്ക് മുൻഗണന, പരിഗണന, പ്രിഫറൻസ് കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. അതിനർത്ഥം പുരുഷന്മാരെ വേട്ടയാടണമെന്നാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറയുന്ന ആലോചിച്ചു. ഒരു വരി മാത്രം സൂചിപ്പിച്ചോട്ടെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നിയമ സംവിധാനത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളായ പുരുഷന്മാർ കുടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സപ്പോർട്ടിനായി ഒരു സിസ്റ്റം വേണം. അതാണ് മെൻസ് കമ്മീഷൻ. വുമൻസ് കമ്മീഷൻ വളരെ മികച്ചതാണ്. കേരളത്തിൽ യൂത്ത് കമ്മീഷൻ ഉണ്ട്, ഞാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അതേപോലെ പുരുഷന്മാർക്കൊരു കമ്മീഷൻ വേണം. രാജ്യസഭയിൽ ആ ബില്ല് അവതരിപ്പിച്ചു. നമ്മുടെ നിയമസഭയിൽ ആ ബില്ല് ഓൾറെഡി പരിഗണനയിലാണ്. കഴിഞ്ഞ 10 മാസമായിട്ട് രേണുകാജി അടക്കമുള്ളവരെ പേടിച്ചാണ് രാഷ്ട്രീയക്കാർ അത് അവതരിപ്പിക്കാതിരിക്കുന്നത്. കാര്യം സ്ത്രീവിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുമെന്ന് പേടിച്ചു. അപ്പോ അല്ല, ആരെയും പേടിച്ചൊന്നുമല്ല. നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ആരെയും പേടി, അതിന്റെ ആവശ്യം എന്ത് എന്ന് കരുതി വല്ല ചവിറ്റുകുട്ടയിലും ഇട്ടതായിരിക്കാം രാഹുൽ. എനിക്കറിയില്ല. രാഹുലിലേക്ക് തിരിച്ചെത്താം. രാഹുലിലേക്ക് തിരിച്ചെത്താം. അല്ലാണ്ട് ആരെയും ഭയന്നായിരിക്കില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ടായിരിക്കും. ഒരു സെക്കൻഡ്. ഏതുപോലെ എന്നറിയാമോ? ദിലീപ് കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഒരുപാട് ദിവസങ്ങൾ പത്രമാധ്യമങ്ങളിൽ ഇരുന്ന് പറഞ്ഞില്ലേ? ആ സാധനങ്ങളെല്ലാം ഇപ്പം ചവിറ്റുകുട്ട ഇടേണ്ടി വന്നു. രാഹുൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. 82 ദിവസം ദിലീപ് ജയിലിലായിരുന്നു. ആ ഘട്ടത്തിലൊന്നും രാഹുൽ പറഞ്ഞില്ലല്ലോ എന്താണ് നമ്മുടെ നിയമ സംവിധാനം, അതുവഴി വരട്ടെ, അതിനുശേഷം ഞാൻ പറയാമെന്ന്. രാഹുൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യ ദിവസം മുതൽ രാഹുൽ എടുത്ത നിലപാടെന്താ? രാഹുൽ ഈശ്വർ എടുത്ത നിലപാടാണ് ജയിച്ചത്. രാഹുൽ ഈശ്വർ ആദ്യ ദിവസം മുതൽ എടുത്ത നിലപാടെന്താ? രാഹുൽ, ആ കേസിന്റെ വിധിയുടെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. രാഹുൽ ആദ്യ ദിവസം മുതൽ എടുത്ത നിലപാടെന്താ? ഒരു അറസ്റ്റ് ഉണ്ടായതിനു ശേഷം എടുത്ത നിലപാടെന്താ? ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ രാഹുൽ എടുത്ത നിലപാടെന്താ? ഈ പെൺകുട്ടിയുടെ വിഷയത്തിലും അതേ നിലപാടല്ലേ? എന്ത് നിലപാട്? ഒരു തുണ്ട് വിഷ്വൽ വന്നപ്പോൾ മുതൽ രാഹുൽ ഇവരെ അറസ്റ്റ് ചെയ്യൂ, അകത്തിടൂ എന്നാണല്ലോ പറഞ്ഞത്. രാഹുൽ അറസ്റ്റ് ചെയ്തു, അകത്തിടൂ എന്നാണല്ലോ പറഞ്ഞത്. ഇവരാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത്. കൊലപാതക കുറ്റം ചുമത്തണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദിലീപിന്റെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒന്നും രാഹുൽ ഈശ്വറിന് ഈ കാഴ്ചപ്പാടില്ല. ഈ കാഴ്ചപ്പാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇല്ല.
അവിടെയാണ് നമ്മൾ കേസ് ബൈ കേസ് എടുക്കാം. ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി, എൽദോസിനെ വേട്ടയാടി, സിദ്ദിഖിനെ വേട്ടയാടി, എത്ര പേരെ വേട്ടയാടി മാധ്യമങ്ങൾ പരാജയപ്പെട്ടില്ല. എനിക്ക് മനസ്സിലായി രാഹുൽ, പീഡനമല്ലാതെ ഒരു വിഷയം കിട്ടിയിരിക്കുന്നു മെൻസ് അസോസിയേഷന് അവരുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാൻ. പീഡനമല്ലാത്ത ഒരു കേസ് കിട്ടിയതിന്റെ സന്തോഷമാണ് രാഹുലിന്. അതിൽ പിടിച്ചു കയറിക്കോളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ആശ ഉണ്ണിത്താൻ ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ആശ എന്താണ് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.